നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മോസല പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരമാണോ? ആണോ? നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഡൗൺ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. എന്നാൽ റയോ ഫെർഡിനാൻഡ് പറയുന്നു അല്ല, ഒരിക്കലുമല്ല. ക്രിസ്ത്യാനോയും തിയറി ഹെൻറിയും കഴിഞ്ഞിട്ടേ ആരുമുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. റയോ ഫെർഡിനാൻഡിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. ഈ സലാ ദി പ്രീമിയർ ലീഗ്സ് ഗ്രേറ്റസ്റ്റ് എവർ പ്ലെയർ. മറുപടി നോ ചാൻസ്, ഒരു സാധ്യതയുമില്ല അതിന്. ഒരിക്കലും ഹെൻറിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോക്കും മുകളിലല്ല മോസലയുള്ളത്. സ്റ്റാറ്റ്സ് വൈസ് നോക്കുകയാണെങ്കിൽ, കൺസിസ്റ്റൻസി വൈസ്, സ്റ്റാറ്റ്സ് വൈസ് ഒക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ മോസലയെ കൂടി ആ കോൺവെർസേഷനിൽ ഉൾപ്പെടുത്താം. തീർച്ചയായിട്ടും ടോപ്പ് 3 സലാഹുണ്ട്. പക്ഷേ ഒരാൾ കളിക്കുമ്പോൾ നമ്മളെ എക്സൈറ്റ്മെൻറ്റിലേക്ക് എത്തിക്കുക, നമ്മളെ എക്സൈറ്റ് ചെയ്യുന്നൊരു കളിക്കാരൻ, അൺഓർത്തഡോക്സ് ആയിട്ടുള്ള നീക്കങ്ങൾ നടത്തി നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു താരം, അങ്ങനെ നമ്മളെ ആവേശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു താരം, അങ്ങനെയുള്ള ആളെയാണ് ഞാൻ ബെസ്റ്റ് എന്ന് പറയുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ കളി കാണുന്നത്. നമ്മളെ ആ ഒരു ആവേശത്തിൽ അലറുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകണം കളി കൊണ്ട്. അങ്ങനെയുള്ള ആളെയാണ് ഞാൻ കാണുന്ന മികച്ച താരം. സോ സല തീർച്ചയായിട്ടും മികച്ച താരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാനത് വീണ്ടും പറയുന്നു. എന്നാൽ ഇവർ രണ്ടുപേരുമാണ് പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച താരങ്ങളായിട്ടുള്ളവർ എന്നാണ് ഇപ്പോൾ ഹെൻറിയെയും റൊണാൾഡോയെയും കുറിച്ച് റയോ ഫെർഡിനാൻഡ് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.